കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമാറ്റിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയും മറ്റ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതാക്കളെയും ശാരീരികമായി ഉപദ്രവിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് വണ്ടൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വണ്ടൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. രാജ്യത്തിന്റെ ഭാവിക്കായി വിദ്യാർത്ഥികളുടെ രക്ഷയ്ക്കായി കോൺഗ്രസിന്റെ നേതാക്കൾ ചോരതിന്റെ പോരാടുമ്പോൾ രാജ്യം നിന്ന് കത്തുകയാണ്. രാജ്യത്തുള്ള വിദ്യാർത്ഥികളുടെ ഭരണക്കാരെ DCC വൈസ് പ്രസിഡന്റ് KC കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി മുതൽ ഇന്നലെയും ഇന്നുമായി സംസ്ഥാന വ്യാപകമായും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിലും ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ മാസങ്ങളോളം നടക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ നടക്കുന്ന ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ നമ്മുടെ പാർലമെന്റ് MPമാരും അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കന്മാരും ഇന്നലെ ഡൽഹി ആസ്ഥാനത്ത് വെച്ച് നടത്തിയ മാർച്ച്, ആ മാർച്ച് ഡൽഹി പോലീസും അതുപോലെ തന്നെ മറ്റ് സംഘടനകളൊക്കെ തന്നെ ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും അതേപോലെ തന്നെ സോണിയാഗാന്ധിയെയും മറ്റ് നേതാക്കന്മാരെ ഒക്കെ തന്നെ വലിച്ചിഴച്ചുകൊണ്ട് ഒരു ജനാധിപത്യ ബോധമില്ലാത്ത രീതിയിൽ ജനപ്രതിനിധികളെ വലിച്ചിഴച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത സംഭവ വികാസം ജനങ്ങൾ, ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും നോക്കിക്കാണുന്ന ആ കാഴ്ചയിൽ ശക്തമായ പ്രതിഷേധം ഇന്ത്യ രാജ്യത്തെ ആ വിദ്യാർത്ഥി സമൂഹത്തോട് നമുക്കറിയാം. മാസങ്ങളോളം നടന്ന സമരം, ആ സമരത്തിൽ കുറെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. കുറെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ 7.5 കോടികളോളം വരുന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളാണ് അനാഥമായിട്ടുള്ളത്. ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വർഷങ്ങളോളം സാമ്പത്തികമായും സമയം ഒക്കെ തന്നെ ചിലവാക്കി ഒരു വിദ്യാർത്ഥി അവരുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനിടക്ക് ഈ നീറ്റ് പരീക്ഷാ പേപ്പറിൽ നടക്കുന്ന അഴിമതി, ചോദ്യപേപ്പർ നടക്കുന്ന അഴിമതി, അങ്ങനെ ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ട് കോടികൾ സമ്പാദിച്ചുകൊണ്ട് നടക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ സമരമാണ് ഇന്നലെ. ആ സമരത്തിന്, വിദ്യാർത്ഥി സമൂഹം നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരം ആരംഭിച്ചത്. ഈ സമരം ഒരു സൂചനയാണ് ഇന്നലെ ഡൽഹിയിൽ കാഴ്ചവെച്ചത്. ആ സമരം രാജ്യവ്യാപകമായി ശക്തമായ രീതിയിൽ കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. നാളുകളിലൂടെ ഭാവി നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അവരുടെ ഭാവി നഷ്ടപ്പെടുന്ന രീതി ഒരു കാരണവശാലും. KPCC അംഗം P വാസുദേവൻ, UDF കൺവീനർ കാപ്പിൽ മുരളി, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ T വിനയദാസ്, അഷ്റഫ് പാറശ്ശേരി, M മുരളീധരൻ, ഷെരീഫ് തുറക്കൽ, PM നാണി, C രവിദാസ്, ഉണ്ണി കിണങ്ങയത്ത്, വിജയരാജൻ, അഷ്റഫ് കന്നങ്ങാടൻ, M രാമചന്ദ്രൻ, ബാബുമണി, ഹാരിസ് നീലാമ്പ്ര, അൻഷിത നാലകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.